എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മിനിയേച്ചർ ഗാർഡനാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കുറച്ചു ഭാഗം പൊട്ടിപ്പോയതിനാൽ ഉപയോഗശൂന്യമായി ഉപേക്ഷിച്ച ഒരു ചെടിച്ചട്ടിയിലാണ് ഇന്ന് നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതെടുത്തുകൊണ്ട് വന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. ചട്ടിയെല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ എക്സ്റ്റീരിയർ എമൽഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനാമൽ പെയിൻറ്റ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഫോം ഷീറ്റിൻ്റെ ഒരു പീസാണ് ഇത്. കട്ട് ചെയ്ത് നമുക്ക് ചെറിയൊരു വീടിൻ്റെ മാതൃക ഉണ്ടാക്കിയെടുക്കണം. ഇതിൻ്റെ അളവുകളെക്കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഗാർഡൻ്റെ അളവിനനുസൃതമായ ഒരു മാതൃക അങ്ങ് നിർമ്മിക്കുന്നു. ഫെവി ബോണ്ട് ഉപയോഗിച്ചാണ് ഇവയെല്ലാം ഞാൻ ഒട്ടിക്കുന്നത്. ഗ്ലൂ എല്ലാം നന്നായി ഉണങ്ങിയതിന് ശേഷം ഇതിലേക്ക് പെയിന്റ് അടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ അക്രിലിക് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺട്രാസ്റ്റ് കളറുകളാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ വാതിലും ജനലും ഒക്കെ വരച്ച് ചേർത്തിട്ടുണ്ട്. പെയിൻ്റെല്ലാം ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് വാർണിഷും അടിച്ചു. അതുപോലെ തന്നെ ഫോം ഷീറ്റ് ഉപയോഗിച്ച് വേലി പോലെയും നിർമ്മിച്ചിട്ടുണ്ട്. അവയും കളർ അടിച്ചെടുക്കുന്നു. ഒരു ചിരട്ട വൃത്തിയാക്കിയെടുത്ത് അവയ്ക്കുള്ളിൽ ബ്ലൂ പെയിൻ്റ് അടിച്ചെടുക്കുകയാണ്. ഇത് നമുക്കൊരു പോണ്ടായിട്ട് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള കുറച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്യണം. പ്രധാനമായിട്ടും ഇതിനകത്ത് നമ്മൾ മോസും ഫേൺസുമാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ കുറച്ച് ചെടികളും ഉപയോഗിക്കാം. മഴക്കാലമായതിനാൽ നമ്മുടെ ചുറ്റുപാടും എല്ലാം കാണപ്പെടുന്ന ഒരു മോസാണിത്. നമ്മളൊരു കത്തി ഉപയോഗിച്ച് ഇളക്കിയെടുക്കുക. കുറച്ച് ചെറിയ പുൽച്ചെടികളും എടുക്കുന്നുണ്ട്. ഇത് വേറൊരു തരം മോസാണ്. നല്ല വാട്ടർ കണ്ടന്റ് ഉള്ള ഭാഗത്ത് മാത്രമേ ഇത് വളരുകയുള്ളൂ. മതിലരികിൽ പറ്റി പിടിച്ചിരുന്ന ഒരു ഫേണാണ്. വളരെ വേഗത്തിൽ തന്നെ ഇത് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. മറ്റൊരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഇലകളോടുകൂടി വേറൊന്നിനെ കൂടെ കിട്ടി. പറമ്പിൽ ഇതുവരെ കാണാതിരുന്ന മറ്റൊന്നിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഈ ഫേൺസൊക്കെ ഇളക്കിയെടുക്കുന്നത് വളരെ എളുപ്പമായിരിക്കും. കാരണം ഇവയുടെ വേര് പടലം പ്രധാനമായി വളർന്നു നിൽക്കുന്ന പ്രതലത്തിൽ തന്നെ പടർന്നു നിൽക്കുന്ന രീതിയിലായിരിക്കും. വേറൊരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട്.
ഭംഗിയുള്ള പൂക്കളോടുകൂടി ചെറിയൊരു പ്ലാന്റ്സിനെ പറമ്പിൽ തന്നെ കിട്ടി. ഇത് നമ്മുടെ മുക്കുറ്റിയാണ്. ഇതും നമ്മുടെ ഗാർഡന് ഒരു അലങ്കാരമായി നിൽക്കട്ടെ. ചെറിയ ലീഫോട് കൂടിയുള്ള ഒരു പ്ലാന്റാണ്. ഇതും നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്യാം. നമ്മുടെ ചട്ടിയെല്ലാം ഇവിടെ റെഡിയാണ്. ഞാനിവിടെ പോട്ട് മിക്സറായിട്ട് എടുത്തിരിക്കുന്നത് ഗാർഡൻ സോയിലും കൊക്കോപിറ്റും കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. കുറച്ച് വൈറ്റ് പെബിൾസ് എടുത്തിട്ടുണ്ട്. ചട്ടിയിൽ പോട്ടിംഗ് മിക്സറെല്ലാം നിറച്ചിട്ടുണ്ട്. പിന്നിൽ നിന്നും മുന്നിലേക്ക് ചെറിയൊരു ചരിവ് കൊടുത്തുകൊണ്ടാണ് പോട്ടിംഗ് മിക്സർ നിറച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സുകൾ ഓരോന്നായി നട്ടു കൊടുക്കാം. വലിപ്പം കൂടിയ പ്ലാന്റ്സുകളെല്ലാം ചട്ടിയുടെ ബാക്ക് സൈഡിൽ വരുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളുണ്ടാക്കിയ വീടും യഥാസ്ഥാനത്ത് വെച്ചു കൊടുക്കുക. നമ്മുടെ പോട്ടും സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളുണ്ടാക്കിയ വേലിയും യഥാസ്ഥാനത്ത് വെച്ചു കൊടുക്കാം. വീടിൻ്റെ സൈഡിലെല്ലാം മോസ് പിടിപ്പിച്ചു കൊടുക്കാം. വീടിൻ്റെ മുന്നിൽ നിന്നും ഒരു നടപ്പാത പോലെ ലൈറ്റ് ഗ്രീനിലുള്ള മോസാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഗ്യാപ്പുള്ള ഭാഗങ്ങളിലെല്ലാം താഴത്തെ മണ്ണ് കാണാത്ത രീതിയിൽ മോസ് വെച്ച് കൊടുക്കേണ്ടതാണ്. ഈ പോണ്ടിന് ചുറ്റും വൈറ്റ് പെബിൾസ് നിരത്തണം. അങ്ങനെ നമ്മുടെ ഗാർഡൻ ഇവിടെ റെഡി ആയിരിക്കുന്നു. നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാനിത് ഇൻഡോറായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഈ ചെടിച്ചട്ടിയിലെ ഡ്രെയിനേജ് ഹോളുകൾ അടച്ചിരുന്നു. അതിനാൽ ഇതിൽ വാട്ടറിങ് ചെയ്യുമ്പോൾ ഒരു സ്പ്രേയർ ഉപയോഗിച്ച് വളരെ കുറച്ച് മാത്രം 2-3 നേരം ദിവസവും ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അധികവും ഫേൺസ് ഉപയോഗിച്ചിരിക്കുന്നതിനാൽ ഇത് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത്. ഫേൺസ് ഒക്കെ നശിച്ചു പോകുന്നതിന് കാരണമാവും. അതിനാൽ ഇത് ചെറിയ ഷെയ്ഡുള്ള സ്ഥലത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇനി ഇടുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.
അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.